സർക്കാർ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലം എന്നും നട്ടം തിരിയുന്നത് സാധാരണ ജനങ്ങളാണ്. അങ്ങനെ ഒരു അനാസ്ഥ കാരണം ഇന്ന് നട്ടം തിരിഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയുടെ കൂടെയാണ് ഞാനിപ്പോൾ ഉള്ളത്. എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് പുള്ളിയോട് തന്നെ ചോദിച്ചറിയാം. എന്താണ് സാർ ഇപ്പൊ സംഭവിച്ചത്? എന്റെ മകന്റെയും സമർ ട്രാവൽസിന്റെയും പേരിൽ 3 വാഹനങ്ങൾ SBI ലോൺ എടുത്തിരുന്നു. അത് കോവിഡ് മൂലം കുറച്ച് മുടക്കങ്ങൾ ഉണ്ടായി. ആയതിന്റെ പ്രകാരം SBI ഇത് ബ്രാഞ്ചിലെ മാനേജർമാർ എന്നോട് പറഞ്ഞ് നിങ്ങൾക്കൊരു പുതിയ പദ്ധതി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് എനിക്കൊരു നോട്ടീസ് അയച്ചു. ബാങ്ക് അദാലത്ത് എന്ന് പറഞ്ഞൊരു നിർണ സമാധാൻ എന്ന പദ്ധതി പ്രകാരം സെറ്റിൽമെന്റിന് വേണ്ടി വിളിച്ച് ഞാൻ അവിടെ വളരെ പ്രതീക്ഷയോടെ പോയി. അവർ ഞാനുമായിട്ട് സംസാരിച്ച് ചർച്ച ചെയ്ത് ഒരു എമൗണ്ട് ഫിക്സ് ചെയ്ത് ആ എമൗണ്ട് അടയ്ക്കാമെന്ന് ഞാൻ സമ്മതിച്ച് അതിന്റെ 10% ഉടൻ അടയ്ക്കണമെന്ന് പറഞ്ഞതും അടുത്ത ദിവസം തന്നെ 10% അടച്ച് അതിൽ നിന്ന് എഗ്രിമെന്റ് പ്രകാരം 6,55,000 രൂപ അടയ്ക്കണമെന്ന് സെറ്റിൽമെന്റ് എമൗണ്ട് 6,64,000 രൂപ അടയ്ക്കണമെന്ന് സെറ്റിൽമെന്റ് എമൗണ്ട് സമ്മതിച്ച് ഞാൻ മടങ്ങി വന്നു. 25-ാം തീയതി അടയ്ക്കണമെന്നാണ് അവർ പറഞ്ഞിരുന്നത്. എങ്കിലും ഞാൻ വളരെ നേരത്തെ നാട്ടുകാരുടെ എല്ലാവരുടെ ഫെബ്രുവരി അല്ല മാർച്ച് 25-ന് അടയ്ക്കണമെന്ന് പറഞ്ഞെങ്കിലും ഫെബ്രുവരി 5-ന് തന്നെ ഞാൻ ആൾക്കാരുടെ മുഴുവൻ പലിശയ്ക്ക് വാങ്ങിച്ച് കടം വാങ്ങിച്ചും കിട്ടാവുന്നിടത്തുനിന്ന് എല്ലാം പണയം വെച്ചും എല്ലാ രീതിയിലും വാങ്ങിച്ച് മുഴുവൻ എമൗണ്ടും 5-ാം തീയതി അടച്ച് എനിക്ക് ഉടൻ തന്നെ NOC തരാമെന്ന് ഈ പറഞ്ഞ ഉദ്യോഗസ്ഥ പറഞ്ഞു. അപ്പൊ NOC ഇത് കുമാരപുരം ബ്രാഞ്ചും പട്ടം ബ്രാഞ്ചുമാണ്. പക്ഷെ ഇതിന്റെ സെറ്റിൽമെന്റ് ഡീൽ ചെയ്യുന്നത് AK സെന്ററിന് ഓപ്പോസിറ്റ് ഇരിക്കുന്ന SBI പിന്നെ റാസ്മാക് എന്ന് പറഞ്ഞിട്ട് അവരുടെ 2 സ്ഥാപനം കൂടി ചേർന്നാണ് ഇത് നടത്തിയത്. അപ്പോൾ എനിക്ക് ഈ 5-ാം തീയതി അടച്ചപ്പോൾ NOC ചോദിച്ചു തന്നപ്പോൾ AGM-ന് ചിക്കൻ പോക്സ് ആയിട്ട് വീട്ടിൽ കിടപ്പാണ്. AGM വന്ന ഉടനെ തന്നെ NOC തരാമെന്ന് പറഞ്ഞ് ഞാൻ എല്ലാ ദിവസവും കയറി ഇറങ്ങി. ഈ വാഹനം വിറ്റെങ്കിലേ എനിക്ക് കടം വിടാൻ പറ്റുള്ളൂ. ഈ ലോൺ എടുത്ത വാഹനം സെറ്റിൽമെന്റിലൂടെ അടച്ച് അവർ NOC കിട്ടി ഈ വാഹനം വിറ്റിട്ട് വേണം ഈ പുറത്തുനിന്ന് കടം വാങ്ങിച്ചവർക്കെല്ലാം ഞാൻ കടം വിടേണ്ടത്. അപ്പൊ ഇനി എനിക്ക് കടം കിട്ടാനുള്ള ഒരു മാർഗവും ഇല്ല. എല്ലാ സോഴ്സ് ഉപയോഗിച്ചാണ് ഞാൻ ഈ വലിയൊരു എമൗണ്ടായ 6,64,000 രൂപ ഞാൻ ബാങ്കിൽ അടച്ച് വലിയ സന്തോഷത്തിൽ ഇരിക്കുകയാണ്. ഇത് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പൊ കഴിഞ്ഞ ദിവസമാണ് ഈ AGM ചിക്കൻ ബോക്സ് കഴിഞ്ഞ് മടങ്ങി വരികയും എൻ്റെ ഫയൽ റിജക്റ്റ് ചെയ്ത് ഇനി അഡീഷണൽ കാശ് കൂടി അടയ്ക്കാനുണ്ടെന്നും പറഞ്ഞിട്ട് എനിക്ക് വാക്കാൽ നിർദ്ദേശം തരികയും ചെയ്തു. അതോടെ എൻ്റെ എല്ലാ നിയന്ത്രണവും വിട്ട് തകർന്ന് ഞാൻ 2,15,000 രൂപ കൂടി അടയ്ക്കണമെന്ന് NOC കിട്ടുള്ളൂ പറയുകയാണ്. പക്ഷെ ഇത്രയും എമൗണ്ട് സെറ്റിൽമെന്റ് കഴിഞ്ഞ് അവരെന്നെ ഇത് വലിയ ചതിയാണ്. അല്ലെ അവര് 8 ലക്ഷത്തിൽ നേരത്തെ പറഞ്ഞെങ്കിൽ നമ്മൾ ആ രീതിയിലേക്ക് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകായിരുന്നു. ഇത് മുഴുവൻ സെറ്റിൽ ചെയ്തത് എമൗണ്ട് നിശ്ചയിച്ച് തന്നു. നമ്മൾ അതിനുശേഷം അവർ ഇതിനകത്ത് പറയുന്നത് ഏതോ അവർ മൊയൽ അതോറിറ്റിയുടെ അംഗീകാരം കൂടി വേണ്ടി വരുമെന്ന് ഇതിനകത്തൊരു വരി കൂടി ചേർത്തിട്ടുണ്ട് നമ്മൾ കേസ് മറ്റു പോകാതിരിക്കുന്നതിന് വേണ്ടി. അപ്പൊ എന്നെ ചീറ്റ് ചെയ്ത് ഇത്രയും എമൗണ്ട് വാങ്ങിച്ചിട്ട് മറ്റു എമൗണ്ടും കൂടി മേടിക്കാനുള്ള ഒരു വളഞ്ഞ വഴിയാണ് ബാങ്ക് സ്വീകരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഞാൻ വളരെ ആകെപ്പെട്ട് നിൽക്കുകയാണ്. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടെ. ആത്മഹത്യ അല്ലാതെ വേറെ മാർഗമൊന്നും ഇതിനകത്ത് കാണുന്നില്ല. കാര്യം എനിക്ക് ഇനി ആരും 10 പൈസ കടം തരത്തില്ല. എനിക്ക് എന്നിട്ട് ഞാൻ അങ്ങോട്ട് ചില നിർദ്ദേശങ്ങൾ വെച്ച് നോക്കി. നിങ്ങൾ 3 വണ്ടിയുടേത് ഇതിപ്പോ മൊത്തം 3 വണ്ടിക്ക് കൂടിയാണ് ഈ എമൗണ്ട്. നിങ്ങളൊരു 2 വണ്ടിയുടെയെങ്കിലും ഒഴിവാക്കില്ല. അപ്പൊ ഞാൻ അത് വിറ്റിട്ട് മറ്റത് കൂടുതൽ എമൗണ്ട് അടയ്ക്കാനും ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞാലും അപ്പൊ ഇതെല്ലാം കൂടി ഒറ്റ ലിങ്കാണ്, ഒരു പാനാണ്. അതുകൊണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ 2 ലക്ഷം രൂപ അടച്ചെങ്കിൽ മാത്രമേ NOC തരാൻ പറ്റുള്ളൂ. ഈ പേയ്മെന്റ് തിരിച്ചു തരാൻ പറ്റുന്നതും അല്ലാതെ തിരിച്ചു തന്നിരുന്നുണ്ടെങ്കിൽ നമുക്ക് കടക്കാർക്ക് തിരിച്ചു കൊടുക്കാമായിരുന്നു. വാങ്ങിച്ച പലിശക്ക് വാങ്ങിച്ച ആൾക്കാർക്കെങ്കിലും ഇത് തിരിച്ചു കൊടുക്കാൻ പറ്റുമായിരുന്നു. ഇപ്പൊ എനിക്ക് ഒന്നും ചെയ്യാൻ വയ്യാത്ത ഒരു വല്ലാത്ത ഊരാ കൊടുക്കിനകത്ത് എന്നെ പെടുത്തിയിരിക്കുകയാണ്. എനിക്ക് മുമ്പോട്ട് പോകാനോ എന്നെ ബിസിനസ് ചെയ്യാനോ പറ്റാത്തൊരു വല്ലാത്ത ദുരവസ്ഥ. വണ്ടി ഓടിക്കാലോ? വീണ്ടും വണ്ടി ഓടിക്കാൻ പറ്റില്ല. ഇത് പെർമിറ്റ് ഇല്ല. പെർമിറ്റ് 5 വർഷം കഴിഞ്ഞ ബാങ്കിന്റെ NOC ഉണ്ടെങ്കിലേ പെർമിറ്റ് എടുക്കാൻ പറ്റുള്ളൂ. ആ NOC അവർ തരില്ല. ആ വണ്ടി ഇനി ഓടിക്കാനും പറ്റില്ല. വണ്ടി ഒതുക്കിട്ടേക്കാനേ പറ്റുള്ളൂ. വണ്ടി ഓടണമെങ്കിൽ പെർമിറ്റ് വേണം. പെർമിറ്റ് വേണമെങ്കിൽ ബാങ്കിന്റെ NOC വേണം. അപ്പൊ അതിനുവേണ്ടി ഞാൻ ഇടയ്ക്ക് കോടതിയിൽ പോയായിരുന്നു. അപ്പം RTO എടുത്തത് കൺസിഡർ ചെയ്യണമെന്ന് പറഞ്ഞാൽ കോടതി ഉത്തരവ് കൊടുത്തു. പക്ഷെ RTO അത് കൺസിഡർ ചെയ്തതുമില്ല. ബാങ്ക് അതിന്റെ അനുമതി തന്നതുമില്ല. പിന്നെ എനിക്ക് സാമ്പത്തിക പ്രതിസന്ധി കാരണം വീണ്ടും കോടതി കണ്ടംപ്റ്റ് കോർട്ടൊന്നും കൊടുക്കാതെ ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിലാണ് എനിക്ക് ഇങ്ങനെ ഒരു അദാലത്ത് വന്നത്. ഇത് ഓടിപ്പോയി അദാലത്തിൽ
സംബന്ധിച്ചത് അടച്ചു തീർക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു ഊരാക്കുടുക്കിൽപ്പെട്ടത്. എന്ത് അതുകൊണ്ട് ചെയ്യണമെന്ന് അറിയാതെ ഇത്രയും വലിയൊരു ധനകാര്യ സ്ഥാപനം ഇങ്ങനെ പറ്റിക്കുമെന്ന് നമ്മൾ ഒരിക്കലും, ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സ്ഥാപനം ഇങ്ങനെ ചീറ്റ് ചെയ്യുമെന്നുള്ളത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല. അതുകൊണ്ടാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും എഴുതി മേടിക്കാതെ അവർ തന്ന ഓർഡർ എൻ്റെ കയ്യിലിരിക്കും. അവർ സെറ്റിൽമെൻറ്റും എല്ലാം ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, എല്ലാ അക്കൗണ്ട് നമ്പറും എല്ലാം ഉണ്ട്. ഇനി ഞാൻ ഹൈക്കോടതിയെ വല്ലതും ആരെങ്കിലും പലിശയ്ക്ക് വാങ്ങിച്ചിട്ട് ഹൈക്കോടതിയിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഇനി എനിക്ക് പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ ആത്മഹത്യയുള്ളൂ മാർഗം, കോടതി ലേറ്റാക്കുകയാണെങ്കിൽ. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പോകാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.